മങ്കടയിൽ ലീഗ് വിമതനെ സ്വതന്ത്രനാക്കി CPIM-ന്റെ നിർണായക നീക്കം. UDF-ന്റെ ലീഗ് സ്ഥാനാർത്ഥി മഞ്ഞളാംകുഴി അലിക്കെതിരെ ലീഗ് വിമതൻ കുന്നത്ത് മുഹമ്മദിനെ പിന്തുണയ്ക്കാനാണ് ഇടതുമുന്നണിയുടെ തീരുമാനം. ഇടതു സ്ഥാനാർത്ഥി MP അലവി പത്രിക പിൻവലിക്കും. ഇന്നലെയാണ് CPIM ജില്ലാ കമ്മിറ്റി അംഗം കൂടിയായ MP അലവി പത്രിക നൽകിയത്. ശാന്തകുമാർ വെള്ളാലത്ത് വിവരങ്ങളുമായി ചേർന്നത് നമുക്കിപ്പം തത്സമയം. ശാന്തകുമാർ, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മുഖ്യമന്ത്രി പിണറായി വിജയൻ മാധ്യമങ്ങൾക്ക് ഇന്റർവ്യൂ കൊടുത്തിരുന്നല്ലോ. അപ്പോൾ കൊടുത്ത സമയത്ത് ഈ മാധ്യമപ്രവർത്തകരുടെയൊക്കെയും ഏറെക്കുറെ എല്ലാ മാധ്യമപ്രവർത്തകരുടെയൊക്കെ ഒരു ചോദ്യമായിരുന്നു, ഇപ്പം CPM-നെ സംബന്ധിച്ചിടത്തോളം ഒരു വല്ലാത്തൊരു സാഹചര്യമുണ്ട്. കാരണം നേതാക്കളൊക്കെ പാർട്ടിക്കെതിരെ പറഞ്ഞ് പാർട്ടി വിട്ടു പോകുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പം അദ്ദേഹം പറഞ്ഞതും അത് ശരിയാണ്, അത് അസാധാരണമായൊരു സാഹചര്യമാണ്. ഈ വിട്ടുപോകുന്നവരൊക്കെയും യുവാക്കളല്ല, വളരെ ചെറിയ പ്രായമുള്ള ആൾക്കാരല്ല, വളരെ ചെറിയ സംഘടനാ പരിചയമുള്ള ആൾക്കാരല്ല, 10, 60, 70 വർഷം, അതായത് ഒരു മനുഷ്യായുസ്യത്തിന്റെ ഏറ്റവും കൂടുതൽ കാലം ഒരു പാർട്ടിക്കൊപ്പം ചേർന്ന് പ്രവർത്തിച്ച ആളുകളാണ്. ആ പാർട്ടിക്കെതിരെ സംസാരിച്ചുകൊണ്ട് പാർട്ടി വിടുന്നത് അത് CPM-നെയും ഇടതുമുന്നണിയൊക്കെ സംബന്ധിച്ച് അസാധാരണ ഒരു സാഹചര്യമാണെന്ന് സമ്മതിച്ചിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇപ്പൊ നമ്മൾ ഈ മങ്കടയിലെ കാര്യം നോക്കുക, തിരൂര്, താനൂര്, അവിടങ്ങളിലൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, അതായത് ഒരു തിരഞ്ഞെടുപ്പ് വരുന്നു, തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വരുന്നു, തൊട്ടു പിന്നാലെ പാർട്ടി സെക്രട്ടറി വന്ന് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നു. CPM-ന്റെ പാർട്ടി സെക്രട്ടറി പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥികളെ CPM തന്നെ വലിക്കുന്ന ഒരു അവസ്ഥ, അത് അസാധാരണമാണ്. ഇപ്പം മങ്കടയിലും തിരൂരിലും താനൂരിലും ഒക്കെ നമ്മൾ കണ്ടതുപോലെ മങ്കടയിലും അങ്ങനത്തെ ഒരു നീക്കം തന്നെയാണോ CPM-ന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്? ശാന്തകുമാർ. തീർച്ചയായും സേതു പറഞ്ഞതുപോലെ തന്നെയാണ്, ചില അസാധാരണ നീക്കം തന്നെയാണ് അത് ലീഗിലാണെങ്കിലും നടക്കുന്നത്, ഒപ്പം തന്നെ CPM-ലാണെങ്കിലും നടക്കുന്നത്. CPM-ന് ഒരു കേഡർ പാർട്ടി എന്ന രീതിയിൽ CPM ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പിൻവലിക്കുന്നത് അപൂർവമാണ്, അല്ലെങ്കിൽ അസാധാരണമാണ്. അത്തരത്തിലുള്ള രീതി തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം മലപ്പുറത്ത് കണ്ടത്. നേരത്തെ സേതു സൂചിപ്പിച്ച പോലെ തന്നെ താനൂർ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച ആളായിരുന്നു വി അബ്ദുറഹ്മാൻ പിന്നീട് തിരൂരിലേക്ക് മാറുന്നു. വി അബ്ദുറഹ്മാൻ താനൂർ പ്രചരണ രംഗത്ത് തന്നെ ഇറങ്ങിയിരുന്നില്ല, തുടർന്നാണ് തിരൂരിലേക്ക് മാറുന്നത്. സമാന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ മങ്കടയിലും ഉണ്ടാവുന്നത്. ഇന്നലെയാണ് CPM-ന്റെ ജില്ലാ കമ്മിറ്റി അംഗം കൂടിയായ MP അലവി നാമനിർദ്ദേശ പത്രിക മങ്കടയിൽ സമർപ്പിക്കുന്നത്. അത് കഴിഞ്ഞ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച അന്ന് തന്നെ MV ഗോവിന്ദൻ മാഷ് സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ചപ്പോൾ മങ്കടയിൽ CPM-ന്റെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതും ഈ MP അലവിയെ തന്നെയായിരുന്നു. ആ MP അലവിയെ പിൻവലിക്കാനാണ് ഇപ്പോൾ ഏകദേശ ധാരണ CPM ആയിരിക്കുന്നത്. അതിന് പ്രധാനപ്പെട്ട കാരണം ആ മങ്കടയിൽ ലീഗ് വിമതനായി ഒരു സ്ഥാനാർത്ഥി വരുന്നു, അത് കുന്നത്ത് മുഹമ്മദാണ്. ഈ കുന്നത്ത് മുഹമ്മദ് മങ്കട മണ്ഡലം പ്രസിഡന്റായിരുന്നു. മഞ്ഞളാംകുഴി അലിക്കെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്ത് വന്നതാണ് അദ്ദേഹം നേരത്തെ തന്നെ. അദ്ദേഹത്തിൻ്റെ മണ്ഡലം കമ്മിറ്റികളിൽ അതിരൂക്ഷ വിമർശനം നടത്തിയിരുന്നു. ഒപ്പം തന്നെ പിന്നീട് ഫേസ്ബുക്ക് പോസ്റ്റിലും അത്തരം വിമർശനം തുടർന്നു. അതാണ് കുന്നത്ത് മുഹമ്മദിനെതിരെ അച്ചടക്ക നടപടി എടുക്കാൻ ലീഗ് കാരണമായത്. അതായത് അദ്ദേഹത്തിനെ മണ്ഡലം പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റുകയായിരുന്നു. ആ മണ്ഡലം പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റിയ കുന്നത്ത് മുഹമ്മദ് പിന്നീട് സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സരിക്കാൻ തീരുമാനിക്കുന്നത്. മഞ്ഞളാംകുഴി അലി തുടർച്ചയായി മണ്ഡലത്തിൽ മത്സരിക്കുന്നു. അദ്ദേഹം ആദ്യം പെരിന്തൽമണ്ണയിൽ മത്സരിക്കുന്നു, പിന്നീട് ഈ മങ്കടയിലേക്ക് വരുന്നു, മങ്കടയിലും മത്സരിക്കുന്നു. ഒരു 4 ടേമായിട്ട് അദ്ദേഹം മത്സരരംഗത്ത് സജീവമാണ്. ഇത്തരം ആളുകളെ മാത്രം മത്സരിപ്പിക്കുന്നതിനെതിരെയാണ് രൂക്ഷ വിമർശനമായി അദ്ദേഹം എത്തിയത്. അതാണ് ഇപ്പോൾ അദ്ദേഹം ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയാവാനുള്ള കാരണത്തിലേക്കും എത്തിയത്. ആ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കുക എന്നുള്ളതാണ് ഇപ്പോൾ CPM ലക്ഷ്യം വയ്ക്കുന്നത്. അതിനുള്ള ചർച്ചകളെല്ലാം സജീവമായി തുടരുകയാണ്. ഈ കുന്നത്ത് മുഹമ്മദ് തന്നെ ഇന്ന് മാധ്യമങ്ങളെ കാണുന്നുണ്ട്. രാവിലെ 10 മണിയോട് കൂടി തന്നെ അദ്ദേഹം മാധ്യമങ്ങളെ കണ്ട ഈ കാര്യങ്ങളെല്ലാം വിശദീകരിക്കുമെന്നാണ് അറിയുന്നത്. തുടർന്ന് CPM-ന്റെ ആ നീക്കവും എന്താണെന്നുള്ള, അല്ലെങ്കിൽ CPM-ന്റെ ഒരു ഔദ്യോഗിക പ്രഖ്യാപനം ഇന്നുണ്ടാകും. അതായത് നാമനിർദ്ദേശ പത്രിക സമർപ്പണം അവസാനം ദിവസം നാളെയാണ്, പിൻവലിക്കാൻ 2 ദിവസം കൂടിയുണ്ട്. അപ്പോൾ ഈ 2 ദിവസത്തിനകം തന്നെ അദ്ദേഹം അത് പിൻവലിക്കാനുള്ള സാധ്യതയുമുണ്ട്. അതിനുള്ള നിർണായക നീക്കങ്ങൾ തന്നെയാണ് CPM-ന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ നടക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ച പോലെ അസാധാരണ നടപടിക്രമങ്ങളാണ് CPM-നെ സംബന്ധിച്ചോളം. പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിയെ മാറ്റി അല്ലെങ്കിൽ പിൻവലിച്ച് മറ്റൊരു സ്ഥാനാർത്ഥി